ശ്രീ പാർവതി ദേവിയുടെ പരമഭക്തയായ യുവതിയുടെ ഭർത്താവ് അകാലത്തിൽ മരിക്കുകയും ആ യുവതിയുടെ ഹൃദയഭേദകമായ വിലാപം പാർവതി ദേവിയുടെ കാതുകളിൽ പതിക്കുകയും ചെയ്തു. മനസ്സലിഞ്ഞ പാർവതി ദേവി മൃത്യുഞ്ജയനായ ശ്രീ പരമേശ്വരനോട് തന്റെ ഭക്തയുടെ ദുഃഖാവസ്ഥ അറിയിച്ചു. എന്നാൽ ഇത് കർമ്മഫലമാണെന്നുള്ള പരമശിവന്റെ മറുപടി കേട്ട് പാർവതി ദേവി പിണങ്ങുകയും ചെയ്തു. പരമശിവന്റെ ആജ്ഞപ്രകാരം യമദേവൻ യുവതിയുടെ ഭർത്താവിന്റെ ജീവൻ തിരികെ നൽകുകയും ദമ്പതികളെ ശിവപാർവതിമാർ അനുഗ്രഹിക്കുകയും ചെയ്തു. അന്ന് ഒരു ധനുമാസത്തിലെ തിരുവാതിര നാളായിരുന്നു. ഇതാണ് മറ്റൊരു ഐതിഹ്യം. ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടിയാണ് ധനുമാസ തിരുവാതിര വ്രതം. സൂര്യോദയത്തിനു മുൻപ് കുളത്തിൽ പോയി തിരുവാതിര പാട്ടുപാടി തുടിച്ചു കുളിക്കൽ, നോയമ്പ് നോൽക്കൽ, തിരുവാതിര കളി, ഉറക്കമൊഴുപ്പ്, എട്ടങ്ങാടി വെച്ച് കഴിക്കൽ, പാതിരാ പൂ ചൂടൽ എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകൾ.